ജൂൺ 2 അപ്പോൾ വീണ്ടും സ്കൂൾ തുറക്കുകയാണ്. എന്താ പറയുക, കുറേ ദിവസത്തെ കളിയും വീട്ടിലിരിപ്പിനൊക്കെ ശേഷം വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ് നമ്മുടെ കുട്ടികളില്ലേ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. അവന് എഴുന്നേറ്റ് രാവിലെ സ്കൂളിൽ പോകണം, ഇനി പഠിക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ പാവം തോന്നുന്നു. എന്താണെങ്കിലും ഇപ്പോൾ എല്ലാ വീട്ടിലെ അമ്മമാരും എഴുന്നേറ്റിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ ഒരു 5:45 ഞാൻ 5:30 കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ ഇനി അവനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. രാവിലത്തെ ഓട്ടപ്പാച്ചിൽ തുടങ്ങി നമ്മുടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവൻ്റെ രാവിലത്തെ സ്കൂളിൽ പോക്കും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. കണ്ടു നോക്ക്. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ചെറുതായിട്ട് വെട്ടമൊക്കെ വന്ന് തുടങ്ങി. 5:45 കഴിഞ്ഞു. ഇനി ഞാൻ ആദ്യം ഇന്നത്തെ കാര്യം കാണിക്കുന്നതിന് മുന്നേ തലേ ദിവസത്തെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അവൻ്റെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്താ പരിപാടി? ആണോ? എന്നിട്ട് സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോണോ? എൻ്റെ കുട്ടി പാവം. ഇത് പുതിയ ബാഗാ? അടിപൊളി. കുറേ ഉണ്ടല്ലോ അച്ഛാ. ബുക്കെല്ലാം നമ്മൾ പൊതിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം അവൻ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ മാറ്റി മാറ്റി വെക്കുകയാണ്. അപ്പോൾ പേരെഴുതിയിട്ടില്ല. നാളെ ടൈം ടേബിൾ കിട്ടും. അതിനുശേഷം ഏതൊക്കെ ബുക്ക് എങ്ങനത്തെയാണ്, ലൈൻ സിംഗിൾ ലൈൻ ആണോ അതോ 4 ലൈനുള്ള ബുക്കാണോ, അങ്ങനെയൊക്കെ ഓരോ ടീച്ചേഴ്സ് ഓരോ നോട്ട്സ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറയും. അതിനനുസരിച്ച് നമ്മൾ അതിനകത്ത് എഴുതി ബുക്കെല്ലാം സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ബാഗിൽ നിന്ന് ബുക്കൊക്കെ എടുത്ത് കബോർഡിലൊക്കെ വെച്ച് അങ്ങനെ തന്നെയാണ് കേട്ടോ. അവൻ്റെ ബുക്കെല്ലാം അവൻ തന്നെ നീറ്റായിട്ട് സൂക്ഷിച്ചോളും. അങ്ങനത്തെ കാര്യത്തിലൊന്നും അച്ഛനെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഈ കാണുന്ന പോലെ തന്നെ അടുക്കി എന്നും വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ കിടക്കാൻ അവനെ സമ്മതിക്കത്തുള്ളൂ. എപ്പോഴും നമ്മൾ വൃത്തിയായിട്ടിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതുണ്ടോ. അവൻ്റെ ടോയ്സൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഇത് അവന് കൊടുക്കുകയാണ് കേട്ടോ. ഈ പ്രാവശ്യം സ്കൈ ബാഗ്സിൻ്റെ ബാഗാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. അതൊക്കെ കളി വേണ്ട. ഇത് ഹോളിഡേ ഹോംവർക്കിൻ്റെ ബുക്കല്ലേ? ഇത് ഹോളിഡേ ഹോംവർക്ക് ചെയ്ത ബുക്കാണ്. ഇത് മാത്രം നാളെ കൊണ്ടുപോയാൽ മതി, ഒരു റഫ് ബുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബുക്കൊക്കെ എടുത്തു വെച്ചോ. അതും കൂടെ നമുക്ക് പൊതിയാം അല്ലേ? ആ ബുക്കും കൂടെ പൊതിഞ്ഞു വെക്കാം. ഓക്കെ, അമ്മ പൊതിഞ്ഞു തരാം. ആരാ വ്ളോഗറാ? തിരിച്ച് വെച്ചോ. ഈ പ്രാവശ്യം തൊട്ട് എൻ്റെ കൊച്ചിന് പെന്ന് ഉപയോഗിച്ചിട്ട് എഴുതാം അല്ലേ? നീറ്റായിട്ട് എഴുതണം കേട്ടോ. ലാസ്റ്റ് ഇയർ വരെ ഇവർക്ക് പെൻസിലായിരുന്നു കേട്ടോ. ഈ ഇയർ മുതൽ പെന്ന് ഉപയോഗിച്ച് എഴുതാം. പിന്നെ ഞാൻ ആ ബുക്ക് ഇവന് പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹോളിഡേ ഹോംവർക്കിൻ്റെ ബുക്ക് പൊതിഞ്ഞ് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താ? കളർ പെൻസിൽ എടുത്തു വെച്ചൊന്ന് ഓരോന്നും എടുത്തു വെച്ചു ബാഗിൽ. വേഗം നാട്ടെ. ആ, അങ്ങനെ ഫ്രണ്ടിലൊന്നും വെക്കണ്ട. ഫ്രണ്ടിൽ ഓക്കെ. രസമില്ലേ? ഇട്ട അതിൻ്റെ ബാഗിൻ്റെ അതേ കളർ നോക്കി. അങ്ങനെ തലേദിവസത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതോ പിറ്റേ ദിവസം അവന് ഒരു 6:30 6:45 ആകാറായി. അപ്പോഴത്തേക്ക് ഞാൻ അവനെ വിളിച്ച് എണീപ്പിക്കുകയാണേ. ഓക്കെ, എനിക്ക് നമുക്ക് സ്കൂളിൽ പോകണ്ടേ? അമ്മയുടെ ഇന്നലെ എന്താ പറഞ്ഞു? എണീക്കാൻ നല്ല ഗുഡ് ബോയ് ആയിട്ട്. എണീറ്റേ കുഞ്ഞാ, എണീറ്റേ. അവിടെ നോക്കിയേ. ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ് ദൈവമേ. ആ ചക്കരക്കുട്ടി എണീറ്റോ? ചക്കരക്കുട്ടി ബാ. അച്ചു എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബെഡെല്ലാം അവൻ തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചോളൂ കേട്ടോ. പിന്നെ ഞാൻ പോയി നോക്കി എന്തെങ്കിലും വൃത്തികേടായിട്ടൊക്കെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചെയ്യാറേ ഉള്ളൂ. അവൻ തന്നെ ഒരു 1 ഇയർ 1.5 ഇയേഴ്സായിട്ട് അവൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാറ്. നല്ല വൃത്തിയായിട്ട് ഭംഗിയാക്കി വെച്ചോളും. അതൊക്കെ ഞാൻ ചെറുപ്പത്തിലേ ശീലിപ്പിച്ചു കേട്ടോ. അത് അവർ ചെയ്ത് പഠിക്കട്ടെ, എന്നാലേ ഡെയിലി അതൊരു ഹാബിറ്റായിട്ട് മാറുള്ളൂ. ഇന്ന് ചിക്കനും എഗ്ഗും എല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഒരു മിക്സ്ഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കിയത്. അവന് ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം. പിന്നെ ഫസ്റ്റ് ഡേ അല്ലേ, ഒരു മുഷിപ്പ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു തട്ടിക്കൂട്ടലൊക്കെ ആക്കി എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ കറിയും അപ്പമാണ് കേട്ടോ, വെള്ളയപ്പമാണ് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതും റെഡിയാണ്. ഇനി അവൻ്റെ കാര്യങ്ങളൊക്കെ ആയാൽ മതി. അവൻ ദേ രാവിലെ എഴുന്നേറ്റ് പുറത്തോട്ടേക്ക് ഒന്ന് നടന്ന് പല്ലൊക്കെ തേച്ച് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നേരത്തെ എഴുന്നേൽക്കുന്ന കാരണം ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്തു തരാറുണ്ട് കേട്ടോ. എന്താ പാലിൻ്റെ കുപ്പി കൊണ്ടുവെക്കുകയാണ്. സൺഡേ ആയത് കാരണം, ഇന്നലെ സൺഡേ ആയത് കാരണം പാലിൻ്റെ ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് 2-3 ബോട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ച് തന്ന് ആൾ സഹായിക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അടുത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ശകല എണ്ണയൊക്കെ അവൻ്റെ തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തേക്കില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി ഇരിക്കാതിരിക്കാൻ മാത്രമുള്ള എണ്ണയൊക്കെ തേച്ച് രാവിലെ മിടുക്കം കുട്ടിയായിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും അവൻ്റെ ഷർട്ടൊക്കെ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്ത് കൊടുത്തു. ഇനി ലഞ്ച് ബോക്സിൽ ഫുഡൊക്കെ എടുത്ത് വെക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഫുഡ് ഞാൻ കുറച്ച് ഇങ്ങനത്തെ മിക്സ്ഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെച്ചേക്കും കേട്ടോ. ഇനി അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഷെയർ ചെയ്ത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ പയ്യെ ഷെയറിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കുട്ടികളല്ലേ. അപ്പം എന്ത് വെച്ചാലും ഞാൻ കുറച്ച് അവർക്കും കൂടെ, അവരെന്താണെങ്കിലും ഷെയർ ചെയ്ത് കഴിക്കുള്ളൂ. ഈ സ്നാക്സ് കഴിക്കാനൊന്നും ഇപ്പം 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ ഒന്നും ആകുമ്പോൾ അവർക്ക് സ്നാക്സ് കഴിക്കാനുള്ള ടൈമൊക്കെ വളരെ കുറവായിരിക്കും. എന്നാലും ഇതൊക്കെ കൊടുത്തു വിടും. ഇങ്ങനെ ചെറിയ ടവലിൽ പൊതിഞ്ഞിട്ടാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. എന്തെങ്കിലും കറിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് തുടച്ച് കളയുകയൊക്കെ ചെയ്യും. ഇനി കറി ആയാലും അതിൻ്റെ ഉള്ളിൽ തന്നെ ആവുള്ളൂ. ദേ സ്പൈഡർമാൻ്റെ വാട്ടർ ബോട്ടിൽ ഇത് കടയിൽ കണ്ടപാടെ അത് മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് എടുത്താണ്. പിന്നെ അവൻ തന്നെ യൂണിഫോമൊക്കെ മാറി അവൻ തന്നെ റെഡി ആയിക്കോളും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈ ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അച്ചു വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവനുള്ള വെള്ളയപ്പം ഉണ്ടാക്കുകയാണ്. 1-2 രാവിലെ കഴിക്കത്തുള്ളൂ. രാവിലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. ഇവിടെ അച്ചുവിന് ഭയങ്കര മടിയാണ്. അപ്പോൾ 2 വെള്ളയപ്പം കൊടുത്തു. അതിനകത്ത് 1-2 കഴിച്ചുള്ളൂ കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് വെള്ളയപ്പവും ചെറുപയർ കറിയാണ്. അവന് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഐറ്റംസൊക്കെയാണ് ഇതൊക്കെ. എന്താ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എങ്ങനെയൊക്കെയോ രാവിലത്തെ കഴിക്കാനാണ് അവന്. ഈ സ്കൂളിൽ പോകുമ്പോൾ കഴിക്കാനാണ് കേട്ടോ ഇത്തിരി ബുദ്ധിമുട്ട്. കാരണം എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കഴിച്ചിട്ടങ്ങ് പോകണ്ടേ. അതുകൊണ്ട് അവൻ അത്ര വലിയ താല്പര്യമില്ല. പിന്നെ ഒരു ഗ്ലാസ് പാലും കൂടെ കൊടുക്കും കേട്ടോ രാവിലെ തന്നെ. അവിടെ ചെന്നിരുന്നിട്ട് ക്ഷീണാവാൻ പാടില്ലല്ലോ. പിന്നെ സ്നാക്സ് കൊണ്ടുവന്നിട്ട് വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോഴാണ് മനോട്ട് ജിമ്മിൽ പോയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്ര ഒരുക്കി വിട്ടാലും അച്ഛൻ്റേതായ ഒരു ലാസ്റ്റ് പരിപാടികളുണ്ട് കേട്ടോ. അത് എപ്പോഴും ഉള്ളതാണ്. ഞാൻ എത്ര അവനെ റെഡിയാക്കി നിർത്തിയാലും മനുവേട്ടൻ അതൊന്നും തൃപ്തിയാവില്ല. മനുവേട്ടൻ പിന്നെയും ആ ഷർട്ടൊക്കെ ഒന്ന് അഴിച്ച് ഇൻ ചെയ്ത് എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. അതെന്നും അങ്ങനെ തന്നെയാണ്. മനുവേട്ടൻ അവനെ ഒന്ന് റെഡിയാക്കി വിട്ടാലേ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ അച്ഛനും മോനും കൂടെ രാവിലെ അച്ഛൻ ചായ കുടിക്കുന്നു, മോൻ പാൽ കുടിക്കുന്നു നോക്കി. അവന് തീരെ താല്പര്യമില്ല. അത് അവൻ്റെ മുഖത്തുണ്ട്. പാൽ കുടിക്കാൻ അവന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എന്നാലും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കുടിച്ചിട്ട് പോകും. പിന്നെ അവൻ തന്നെ അവൻ്റെ ലഞ്ച് ബോക്സും ലഞ്ച് ബാഗൊക്കെ അവൻ ബാഗിലെടുത്ത് വെച്ചോളും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണ് കേട്ടോ നല്ലത്. നമ്മൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടല്ല, അവർ ചെയ്ത് ശീലിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് അവനെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കാറ്. അങ്ങനെ നല്ല കുട്ടിയായിട്ട് ബാഗൊക്കെ ഫ്രണ്ടിൽ രാവിലെ കൊണ്ടുവെക്കും. അവന് നേരത്തെ ബാഗ് ഫ്രണ്ടിൽ കൊണ്ടുവെക്കണം. അത് എന്തിനാണെന്നറിയത്തില്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ രാവിലെ അവൻ കർപ്പൂരമാണ് കേട്ടോ കത്തിക്കുക. വിളക്കിൽ തിരിയിട്ട് കത്തിക്കുകയല്ല, കർപ്പൂരം കത്തിച്ചിട്ട് പോവുകയാണ് ചെയ്യുക. പ്രാർത്ഥിച്ച് കർപ്പൂരമൊക്കെ കത്തിച്ച് കുറിയൊക്കെ തൊട്ട് നല്ല സുന്ദരി കുട്ടനായി ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്തോ ഒരു ഫസ്റ്റ് എന്താ പറയുക, അംഗനവാടിയിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമമില്ലേ, അതുമാതിരി സ്കൂളിൽ പോകുമ്പോൾ എനിക്കെന്തോ ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ.
ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയത് കാരണം അച്ഛൻ കൊണ്ടുവിടുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ അച്ഛൻ വീണേ. അപ്പോൾ അച്ഛൻ തന്നെ മോനെ കൊണ്ടുവിടാൻ പോയേക്കാണ് കേട്ടോ. നമ്മുടെ അവിടുന്ന് അടുത്താണ് സ്കൂള്, ഒത്തിരി ദൂരമൊന്നുമില്ല. പക്ഷേ സ്കൂൾ ബസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയുണ്ട്. നാളെ മുതൽ അവൻ അതിൽ തന്നെ ആയിരിക്കും പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പോൾ ഇന്നൊരു ദിവസം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവൻ്റെ അച്ഛൻ കൊണ്ടുവിട്ടു. സ്കൂളെത്തിയിട്ടോ. ഈ IES എഡ്യൂക്കേഷൻ സിറ്റിയിലാണ് ഇവൻ പഠിക്കുന്നത്. നല്ല സ്കൂളാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കൂളാണ് കേട്ടോ. അങ്ങനത്തെ സ്കൂളെത്തിയിട്ടോ എല്ലാവരെയും അവരുടെ പാരൻസ് ഒക്കെ കൊണ്ടുവിടുന്നുണ്ട്. സ്കൂൾ ബസ്സിന് വരുന്നുണ്ട്. ഇവിടെ മുതൽ യുദ്ധം തുടങ്ങിയാണ്. അങ്ങനെ 5ാം ക്ലാസ്സുകാരനായി എൻ്റെ കുട്ടി. എത്ര പെട്ടെന്നല്ലേ പിള്ളേർ വലുതാവുന്നേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.